സാത്താനിസം, ആന്റി ക്രൈസ്റ്റ് വർഷിപ്പ്, ബ്ലാക്ക് മാജിക്. ലോക സിനിമയിലും മലയാള സിനിമയിലും ഇത്തരം ഉള്ളടക്കമുള്ള സിനിമകൾ വന്നിട്ടുണ്ടെങ്കിലും മലയാളികൾ ഈ ഒരു വിഷയത്തെക്കുറിച്ച് ആധികാരികമായി ചിന്തിച്ചത് ഒരുപക്ഷെ നന്ദൻകോട് കൂട്ടക്കൊലപാതകത്തിന് ശേഷമായിരിക്കും. അതിനുശേഷവും അന്ധവിശ്വാസങ്ങൾ സംബന്ധിച്ചുള്ള ക്രൂരകൃത്യങ്ങൾ സംസ്ഥാനത്ത് നടന്നിട്ടുണ്ടെങ്കിലും നന്ദൻകോട് കേസിലെ പോലെ സമാനതകൾ നിറഞ്ഞതായിരുന്നു കഴിഞ്ഞ ദിവസം സംസ്ഥാനത്ത് റിപ്പോർട്ട് ചെയ്ത കിളിയൂർ ജോസ് വധക്കേസ്. ഇക്കഴിഞ്ഞ ദിവസമായിരുന്നു സംസ്ഥാനത്തെ ഞെട്ടിച്ച തിരുവനന്തപുരം ജില്ലയിലെ കിളിയൂരിൽ 28-കാരനായ മകൻ അച്ഛനെ വെട്ടിക്കൊന്ന വാർത്ത നാം കേട്ടത്. നിസ്സാര കാര്യങ്ങൾക്ക് പോലും നാട്ടിൽ കൊലപാതകവും ആക്രമണങ്ങളും നടക്കുന്നത് കൊണ്ട് തന്നെ സാധാരണമായ കൊലപാതക വാർത്തയായ എല്ലാവരും സംഭവത്തെ കണ്ടുള്ളൂ. എന്നാൽ പിന്നീട് ഈ കേസിന്റെ ഗതി മാറുന്നത് കേസിൽ ദൃക്സാക്ഷിയും കൊല നടത്തിയ പ്രതി പ്രജിന്റെ അമ്മയുമായ സുഷമ്മയുടെ നിർണായക വെളിപ്പെടുത്തൽ വന്നതോടെയാണ്. കഴിഞ്ഞ 7 വർഷമായി പ്രജിനെ പേടിച്ച് ഭീതിയുടെ മുൾമുനയിലാണ് കുടുംബം ജീവിച്ചതെന്നും ഈ കൊലപാതകത്തിന് പിന്നിൽ ബ്ലാക്ക് മാജിക് ആണെന്നുമാണ് ആ അമ്മ ഞെട്ടലോടെയും ഭീതിയോടെയും കണ്ണീരോടെയും പറഞ്ഞത്. സോഫയിൽ കിടക്കുകയായിരുന്ന ജോസിനെ കഴുത്തിലാണ് പ്രതി ആദ്യം വെട്ടിയത്. ഓടി രക്ഷപ്പെടുവാൻ ശ്രമിച്ചപ്പോൾ പിന്തുടർന്നെത്തി അടുക്കളയിൽ വെച്ച് തലയിലും നെഞ്ചിലും പിന്നീട് തുടരെ വെട്ടുകയായിരുന്നു. പിന്നീട് അച്ഛന്റെ ജ്യേഷ്ഠനെ വിളിച്ച് അങ്കിളെ, ഞാൻ എന്റെ അപ്പനെ കൊന്നു എന്ന് പറഞ്ഞ് നേരെ പോലീസ് സ്റ്റേഷന് മുമ്പിൽ പ്രജിൻ കീഴടങ്ങുകയായിരുന്നു. പോലീസ് തുടരന്വേഷണത്തിനായി വീട്ടിലെത്തിയപ്പോൾ അവിടെ പ്രജിന്റെ മുറിയിൽ കണ്ടതും വിചിത്രമായ കാഴ്ചകളായിരുന്നു. വിചിത്രമായ കുറിപ്പുകളും പ്രതിമകളും പല വിധത്തിലുള്ള ഉപകരണങ്ങളുമാണ് പ്രജിന്റെ മുറിയിൽ നിന്ന് കണ്ടെടുത്തത്. ഐ ആം എ സൂപ്പർ സൈക്കോ എന്ന് തുടങ്ങിയ പല വാചകങ്ങളും മുറിയിൽ നിന്ന് കണ്ടെടുത്തിരുന്നു. കൂടാതെ കളിമണ്ണിൽ നിർമ്മിച്ച പ്രതിമകളും മറ്റു ചില രൂപങ്ങളും കണ്ടെത്തി. കളിമണ്ണ് കൊണ്ട് പ്രതിമയുണ്ടാക്കി അതിന്റെ തല ഛേദിക്കുന്നത് പ്രജിന്റെ ഒരു സ്വഭാവമായിരുന്നു എന്ന വിവരവുമുണ്ട്. കറുത്ത രൂപത്തിലുള്ള പാവകളും അവിടെ നിന്ന് കണ്ടെത്തിയതായി റിപ്പോർട്ടുകളുണ്ട്. കൂടാതെ മുറിയിൽ നിന്ന് ഓമെന്ന് എപ്പോഴും വൈബ്രേറ്റ് ചെയ്യാറുണ്ടെന്നും അമ്മ വെളിപ്പെടുത്തിയിരുന്നു. എന്നാൽ അവിടെ കണ്ട മറ്റൊരു വിചിത്രമായ കാഴ്ച ഒരു കൂമ്പാരം പോലെ കൂട്ടിയിട്ട രോമങ്ങളും മുടികളുമായിരുന്നു. അച്ഛനെ കൊലപ്പെടുത്തും മുമ്പ് പ്രജിൻ തന്റെ ശരീരത്തിലെ രോമവും തലമുടിയും സ്വയം നീക്കം ചെയ്തിരുന്നു. നീക്കം ചെയ്ത രോമങ്ങളെല്ലാമാണ് മുറിയുടെ ഒരു ഭാഗത്ത് കൂമ്പാരം പോലെ കൂട്ടിയിട്ടിരിക്കുന്നത്. എന്നാൽ ഇത് എന്തിനെന്ന് വ്യക്തമല്ല. അങ്ങനെ ആകെ മൊത്തത്തിൽ ഒരു നിഗൂഢതകളോടെയായിരുന്നു ഇയാൾ ജീവിതം നയിച്ചിരുന്നത്. പ്രജിന് ദുർമന്ത്രവാദവുമായി ബന്ധമുണ്ടെന്നാണ് ബന്ധുക്കളുടെ സംശയം. ചൈനയിൽ MBBS പ്രജിൻ പഠിക്കവെയായിരുന്നു കോവിഡ് വന്നത്. കോവിഡ് കാലം ആയതുകൊണ്ട് തന്നെ പഠനം പൂർത്തിയാക്കാതെ ഇയാൾ ചൈനയിൽ നിന്ന് നാട്ടിലേക്ക് മടങ്ങുകയായിരുന്നു. തുടർന്നാണ് എറണാകുളത്ത് മറ്റൊരു കോഴ്സിന് ഇയാൾ ചേർന്നത്. എന്നാൽ കൊച്ചിയിൽ സിനിമാ പഠനത്തിന്റെ കോഴ്സിന് പോയി വന്നതിന് ശേഷമാണ് പ്രകടമായ മാറ്റങ്ങൾ പ്രജിനിൽ വന്നതെന്നാണ് അമ്മയുടെ വെളിപ്പെടുത്തൽ. കൂടാതെ കുടുംബത്തിന് നേരെ ഇയാൾ വധഭീഷണി നേരത്തെയും മുഴക്കിയിട്ടുണ്ട് എന്ന വിവരവും പുറത്തു വന്നിരുന്നു. മുകളിലെ മുറിക്കുള്ളിലാണ് അധിക സമയവും പ്രതി ചെലവഴിച്ചത്. കൂടാതെ മുകൾ നിലയിലെ തന്റെ മുറിയിൽ പ്രതി ആരെയും കടക്കാനും അനുവദിച്ചിരുന്നില്ല. അങ്ങനെ വീട്ടിലെ 2ാം നിലയിലെ മുറിയിൽ നിഗൂഢമായ ജീവിതമാണ് പ്രജിൻ നയിച്ചത്. കുറച്ചു വർഷങ്ങൾക്ക് മുൻപ്, കൃത്യമായി പറഞ്ഞാൽ 2017 തിരുവനന്തപുരം ക്ലിഫ് ഹൗസിന് സമീപമുള്ള പ്രദേശമായ നന്ദൻകോട്ടിൽ സ്വന്തം കുടുംബത്തെ ക്രൂരമായി കൊലപ്പെടുത്തിയ കേഡൽ ജിൻസൺ രാജയുടെ വാർത്ത ഈ വാർത്ത പോലെ തന്നെ ഏറെ നടുക്കം തീർത്തത്. കേസിൽ മുഖ്യപ്രതിയായ കേഡൽ ജിൻസൺ രാജ എന്ന 30-കാരൻ സ്വന്തം കുടുംബത്തെ ഇല്ലാതാക്കിയതിൽ ആദ്യം പറഞ്ഞ വാദം പിതാവിന്റെ സ്വഭാവ ദൂഷ്യമായിരുന്നു എന്നായിരുന്നു. എന്നാൽ കേഡലിന്റെ പ്രകൃതവും അറസ്റ്റിന് ശേഷമുള്ള പ്രവൃത്തിയുമൊക്കെ പോലീസിനെ കൂടുതൽ സംശയങ്ങളിലേക്ക് നയിച്ചു. ഒടുവിൽ കേഡൽ ജിൻസൺ തന്നെ ആ സത്യം വെളിപ്പെടുത്തി. സാത്താൻ സേവയുടെയും ആസ്ട്രൽ പ്രൊജക്ഷന്റെയും ഭാഗമായാണ് കുടുംബത്തെ കൊലപ്പെടുത്തിയതെന്നാണ് കേഡലെന്ന് പോലീസിനോട് പറഞ്ഞത്. വിദേശത്ത് നിന്ന് ആഭിചാര പ്രക്രിയകളിൽ ആകൃഷ്ടനായ താൻ 15 വർഷത്തോളമായി ആസ്ട്രൽ പ്രൊജക്ഷൻ പരിശീലിക്കുകയായിരുന്നുവെന്നും വീട്ടുകാരെ കൊലപ്പെടുത്തുന്നതിനായി മഴു അടക്കമുള്ളവ ഓൺലൈൻ വഴി വാങ്ങിയെന്നും കേഡൽ വ്യക്തമാക്കി. കുടുംബത്തിലെ ഓരോരുത്തരെയും വീടിന്റെ മുകൾ നിലയിലേക്ക് കൊണ്ടുപോയാണ് കൊലപാതകം നടത്തിയത്. പൂജപ്പുര ജയിലിൽ ഏകാന്ത തടവിൽ കഴിഞ്ഞിരുന്ന കേഡലിനെ കടുത്ത മാനസിക വിഭ്രാന്തി കാണിച്ചതിനെ തുടർന്ന് മാനസികാരോഗ്യ കേന്ദ്രത്തിലേക്ക് മാറ്റുകയായിരുന്നു. ഇവിടെ ഈ 2 കേസും അതിന്റെ സ്വഭാവവും നോക്കുകയാണെങ്കിൽ പ്രതികളിൽ സമാനമായ ചില കാര്യങ്ങൾ കാണാൻ സാധിക്കും. പ്രതികളായ കേഡലും പ്രജിനും ആഭിചാരം, സാത്താൻ സേവ പോലുള്ള അന്ധവിശ്വാസങ്ങൾക്ക് അന്ധതപ്പെട്ടവരായിരുന്നു. കൂടാതെ കൂടുതൽ സമയവും ഒറ്റയ്ക്കാണ് ഇരുവരും തങ്ങളുടെ മുറികളിൽ കഴിഞ്ഞിരുന്നത്. അതും അധികമാരോടും സമ്പർക്കമില്ലാതെ. 2 പേർക്ക് സമാനമായ ജീവിത സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. ഇരുവർക്കും ഉയർന്ന വിദ്യാഭ്യാസം ഉണ്ടായിരുന്നുവെങ്കിലും എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട് ഇത്തരം അന്ധവിശ്വാസങ്ങൾക്ക് അടിമപ്പെട്ടു പോയവരാണ്. ഉയർന്ന വിദ്യാഭ്യാസം ഉണ്ടായിട്ടും ജോലിയൊന്നും ഇല്ലാത്തതും
അല്ലെങ്കിൽ പോകാൻ താല്പര്യപ്പെട്ടില്ലായിരുന്നു എന്നതും പറയേണ്ടതാണ്. ഇരുവരും ഏകദേശം ഒരേ പ്രായപരിധിയിൽ ഉള്ളവരാണ്. കൊലപാതകം ചെയ്യുന്ന സമയത്ത് കേഡലിന് 30 വയസ്സും പ്രജിന് 28 വയസ്സുമായിരുന്നു പ്രായം. കുറ്റകൃത്യത്തിന് ശേഷം പോലീസ് അറസ്റ്റ് ചെയ്തപ്പോഴുള്ള ഇവരുടെ ബോഡി ലാംഗ്വേജ് നോക്കുകയാണെങ്കിൽ യാതൊരു കുറ്റബോധവുമില്ലാത്ത രീതിയിലായിരുന്നു ഇവരുടെ നിൽപ്പ്. പ്രത്യേകിച്ച് കേഡലിന്റെ. വളരെ കൂളായാണ് കേഡൽ അന്വേഷണ സംഘത്തോടൊപ്പം നടന്നത്. ഇരുവരുടെയും കുടുംബ പശ്ചാത്തലവും ഏകദേശം ഒരുപോലെ തന്നെയായിരുന്നു എന്നാണ് അനുമാനം. മറ്റൊരു കാര്യം നോക്കുകയാണെങ്കിൽ അന്ധവിശ്വാസങ്ങൾ സംബന്ധിച്ച് സംസ്ഥാനത്തെ ഞെട്ടിച്ച 3 കൊലപാതകങ്ങളായ ഇലന്തൂർ നരബലി, നന്ദൻകോട് കൂട്ടക്കൊലപാതകം, ഇപ്പോൾ നടന്ന കിളിയൂർ കൊലപാതകം വരെ നടന്നത് കേരളത്തിന്റെ തെക്കോട്ടുള്ള ജില്ലകളിലാണ്. അന്ധവിശ്വാസങ്ങൾക്കെതിരെ ശക്തമായ നിയമം ഇല്ല എന്നത് തന്നെയാണ് ഇത്തരം കേസുകൾ വീണ്ടും വീണ്ടും പെരുകാനുള്ള കാരണങ്ങളിലൊന്ന്. ഇതിനെതിരെ ശക്തമായ ഒരു നിയമം വന്നാൽ ഇത്തരം ക്രൂരകൃത്യങ്ങൾക്ക് ഒരു കടിഞ്ഞാൻ വീഴുമെന്ന് പ്രതീക്ഷിക്കാം.